നമ്മളെ വീട്ടിലൊരു CC പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ എടുത്തിട്ട് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ആഴ്ചകൾ കൊണ്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാമെങ്കിൽ നമുക്ക് കുറച്ചധികം ഇലകൾ ഇതേപോലെ കിട്ടുക CC പ്ലാന്റിനെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമുക്ക് ഇതേപോലെ അടിപൊളിയാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കരിമ്പിൻ തോട്ടം പോലെ നമുക്ക് ചട്ടി നിറയെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ തിങ്ങി നിറഞ്ഞാൽ വരാനുള്ള പ്രോ ടിപ്സ് കൂടിയും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു പോട്ടിലേക്ക് നട്ടു കൊടുത്ത സമയത്ത് കണ്ടോ നിറച്ച് സൈഡ് ഭാഗത്തുനിന്ന് ഷൂട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ നിറച്ച് നമുക്ക് വരികയാണ്. ഒന്നിൻ്റെ ചൂട്ട് തന്നെ പിന്നെയും നമുക്ക് ഇതേപോലെ എന്താ പറയുക കിളയൊക്കെ മുളയ്ക്കുന്ന പോലെ അങ്ങനെ CC പ്ലാന്റ് നമുക്ക് ചട്ടിയിൽ നിറച്ചും തിങ്ങി നിറഞ്ഞു വരികയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചെറിയ സിമ്പിൾ ടിപ്സുകൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് പോട്ട് നിറച്ചും ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിറച്ചും ബൾബ് തിങ്ങി നിറയും. ഇങ്ങനെ ബൾബ് തിങ്ങി നിറയുന്നതാണ് നമുക്ക് പിന്നെയും നമുക്ക് കൂടുതലായിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് നിറച്ചും പ്ലാന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതേപോലെ മുമ്പ് നട്ടതാണ് നിറച്ചും കാട് കയറി, എന്നാൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോയില്ല. ഇവിടെ നമ്മൾ കട്ടിങ്സ് കണ്ടോ അതേപോലെ മുറിച്ചെടുത്താണ് കട്ടിങ്സ് നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ അത് കട്ടിങ്സ് കുത്തി കൊടുത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ബൾബ് ഉണ്ടാക്കിയെടുക്കുക, അതിൽ കൂടുതൽ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഒരുപാട് വീഡിയോ CC പ്ലാന്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹോം പേജ് ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്ക് തരാനും അതേപോലെ തന്നെ പോകുന്ന പോക്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉറപ്പ് വരുത്താനും മറക്കല്ല കേട്ടോ. അപ്പോൾ അതേപോലെ മുകളിലേക്ക് ബൾബ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു വരുത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബലൂൺ പോലെയാണ്, പെട്ടെന്ന് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ചധികം ഇലകളുണ്ടെങ്കിൽ ആ തണ്ടിൻ്റെ അടിഭാഗത്തുള്ള ഇലകൾ കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ഒരു തെർമോക്കോൾ എടുത്ത് ഒരു വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് ഇതേപോലെ പകുതി ഭാഗം മുങ്ങുന്ന രീതിയിൽ വെക്കുക. കുറച്ചധികം ദിവസം കഴിയുമ്പം ഇതേപോലെ ചെറിയ ബൾബ് ഫോം ആവും. അതിൽ പിന്നെ വേരുകൾ വരും. ഇതേപോലെ നന്നായിട്ട് വേര് വന്നു കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് അതിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടി 2-3 എണ്ണോ വെച്ചിട്ടുള്ളൂ. 10-50 ഇലകൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10-50 എണ്ണം നമുക്ക് വേറൊരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. അതിന് ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നുള്ളതാണ്. പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് പകുതി ഭാഗത്തേക്ക് നമുക്ക് മണ്ണെടുക്കാം, പകുതി ഭാഗത്തേക്ക് ചരിച്ചോറ് എടുക്കാം. വേറെ അധികം വളങ്ങളൊന്നും മിക്സ് ചെയ്യാതെ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം വേരൊന്ന് പിടിച്ച് കിട്ടുന്നതുവരെ നമ്മൾ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണ്ട. ഈ ഒരു മണ്ണും ചരിച്ചോറിൽ തന്നെ ഇഷ്ടംപോലെ വളങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് അതിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഇതേപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ആ വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് മെല്ലെ ഇതേപോലെ വെച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇല ഒരുപാട് നമ്മൾ അടിയിലേക്ക് അല്ലെങ്കിൽ ബൾബ് അടിയിലേക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ഒരു 2 ഇഞ്ച് താഴ്ചയിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഇലകളും ആ ബൾബും വേരും അടക്കം വേരധികം പൊട്ടിപ്പോകാത്ത രീതിയിൽ മെല്ലെ നട്ടു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പോട്ടി മിക്സ് മിതമായ രീതിയിലൊന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ പോട്ടി മിക്സ് ഡ്രൈ ആയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നീട് നമുക്ക് അതേപോലെ തന്നെ പിന്നെ ഒന്നുകൂടിയും ചെക്ക് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുറവ് വരുന്ന സമയത്ത് പോട്ടി മിക്സിൽ കുറവ് വരുന്ന സമയത്ത് പിന്നെയും നമുക്ക് ഇതായി കൊടുക്കാം. അതിൻ്റെ ഇലഭാഗത്ത് ഇതേപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് അതേപോലെ നന്നായിട്ട് ഈ ഒരു ഇലയൊക്കെ വേരൊക്കെ വന്ന് ഈ മണ്ണിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്തേക്ക് വെക്കുക. ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് തട്ടാത്ത നല്ല ബ്രൈറ്റ് ലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. അടിയിൽ നിന്നൊക്കെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇതേപോലെ വരും. അപ്പോൾ നമ്മൾ മുന്നേ നട്ടു കൊടുത്താണ് ഒരുപാട് കിളയൊക്കെ കയറി നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അപ്പോൾ എന്നാലും നമുക്കിത് അഴുകി പോകുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഒരുപാട് ഇതേപോലെ ബ്ലാക്കാണ്. അതേപോലെ തന്നെ ഏത് വെറൈറ്റി നമുക്ക് ഇതേപോലെ നമുക്ക് ഇലകൾ നട്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവേത് കമൻ്റായിട്ട് എഴുതി ചോദിക്കുക കേട്ടോ. മറുപടി സമയം കിട്ടുന്നതിനനുസരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ലൈക്കും ഷെയറും തരാൻ മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.